അടുത്ത അതിജീവിത വേലിചാടി പുറത്തേക്ക്. കാനഡക്കാരി കഴിഞ്ഞു, ഇനി ദുബായ്ക്കാരി. സൈബറിടം കത്തുന്ന യുദ്ധമാണിപ്പോൾ നടക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതകൾക്ക് ഒരറുതിയുമില്ല. തീരുമ്പോൾ ഓരോന്ന് പുറത്തേക്ക്. മൂന്നാം പരാതിയും ഏകദേശം കട്ടപ്പുറത്തായതോടെ അടുത്തത് തട്ടയിൽ കയറ്റാൻ CPM നെറികേടെന്ന് രാഹുൽ ആർമി ഇരച്ചിറങ്ങി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതിലൊന്നും കൂസാതെ അതേ ചിരിയുമായിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ താൻ കേസ് കൊട്, എന്നാൽ പിണറായി കേസ് എടുക്ക് എന്ന ലൈൻ. അടുത്ത വരാനിരിക്കുന്ന പരാതിയേലും പോലീസിന്റെ കയ്യിലൊന്ന് കൊടുക്കണേ. അതോ ദുബായ്ക്കാരിയും പിണറായിക്ക് ഇമെയിൽ അയക്കുമോ, അതോ KPCC പ്രസിഡന്റിന് അയക്കുമോ? ഇനി വെറൈറ്റി പിടിച്ച് AICCക്കാണോ അയക്കാൻ പോകുന്നതെന്ന് ട്രോളോട് ട്രോളാണ് രാഹുൽ ആർമി പടച്ചു വിട്ടുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് ദീപ ജോസഫാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അടുത്ത പരാതിക്കാരി ഉടൻ പുറത്തേക്ക് വരുമെന്ന് വ്യക്തമാക്കി ഒരു പോസ്റ്റ് പങ്കുവച്ചത്. ഇതിന് പിന്നാലെ വീണ്ടും സൈബർ ഇടത്തിൽ പോരാണ്. രാഹുലിനെ പിന്തുണച്ച് നിരവധി പേർ രംഗത്തേക്ക് വരികയാണ്. ഇതും വിജയന്റെ തിരക്കഥയാണോ എന്ന് രാഹുൽ അനുകൂലികൾ മുഖ്യനെ കുടയുന്നു. പോലീസ് ഇനിയെങ്കിലും സംയമനം പാലിക്കുക. കാനഡക്കാരിയുടെ മൊഴിയെടുക്കാൻ ഓടിയ ഓട്ടം ഓർമ്മയുണ്ടല്ലോ. ക്രെഡിബിലിറ്റി ഇല്ലാത്ത അതിജീവിതമാർക്ക് പിറകെ പോയി സേനയുടെ മാനം കളയരുതെന്ന് പോലീസിന് മറുപടി. ഇമെയിൽ വഴി ഇനിയൊരു പരാതി വന്നാൽ ആ മെയിൽ തുറക്കാൻ ആഭ്യന്തരമന്ത്രിക്ക് മുട്ടിടിക്കും. കാരണം കോടതികളിൽ നിന്ന് കിട്ടിയ അടിയുടെ ചൂട് മുഖ്യൻ മറക്കില്ല. ഈ കോൺഫിഡൻസിൽ പുതിയ പരാതി വന്നാൽ അങ്ങ് കേസെടുക്ക് വിജയ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വെല്ലുവിളി. രാഹുൽ നിയമപരമായി തെറ്റുകാരനല്ല എന്ന് ഹൈക്കോടതി പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞല്ലോ. കൂടാതെ ഒരു ബലാത്സംഗ കേസ് വാദത്തിനെടുത്ത സുപ്രീം കോടതി പറഞ്ഞ ഉത്തരവ് രാഹുൽ കേസിൽ നോക്കുമ്പോൾ അനുകൂലമായി വന്നിരിക്കുകയാണ്. വിവാഹം കഴിച്ച സ്ത്രീകളെ എങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്യുമെന്നാണ് സുപ്രീം കോടതി ചോദിച്ചത്. ഇത്തരം കേസുകളുമായി കോടതികളുടെ സമയം മെനക്കെടുത്താൻ വന്നേക്കരുതെന്നായിരുന്നു കോടതി ഉത്തരവ്. സൗഹൃദമുണ്ടായിരിക്കുമ്പോൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, പിന്നീട് ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ ബലാത്സംഗ പരാതി, ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി തന്നെ ബോംബ് പൊട്ടിച്ചതോടെ ഫേക്ക് അതിജീവിതകളുടെ അടപ്പ് തെറിച്ചിട്ടുണ്ട്. ഇനിയും ഇമ്മാതിരി കേസെടുത്ത് പണി മേടിക്കാൻ പിണറായി നിൽക്കുമെന്ന് തോന്നുന്നില്ല. ഇനി വരാനിരിക്കുന്ന പരാതിക്കാരിയും വിവാഹിതയാണെന്നാണ് സൂചനകൾ. ഭർത്താക്കന്മാരെ ചതിച്ച ഇവളുമാർക്കെതിരെ കേസെടുക്കണമെന്ന മുറവിളി ഇപ്പോൾ ശക്തമാകുകയാണ്. രാഹുലിനെതിരായി അതിജീവിതകളുടെ കുത്തൊഴുക്ക് ഒന്നും അവസാനിക്കില്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. രാഹുലിനെതിരെ അതിജീവിതകൾ ഇനിയും രംഗത്ത് വരും. ചില CPM സൈബർ ഗ്രൂപ്പുകളിൽ പലപ്പോഴായി പുറത്തു വന്നിട്ടുള്ള പോസ്റ്റുകളാണ് ഇത്. അന്ന് ഇതിനെ പുച്ഛിച്ച് തള്ളി. എന്നാൽ അങ്ങ് വരട്ടെ എന്ന് രാഹുൽ ആർമി തിരിച്ചടിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ CPM സൈബർ വെട്ടുകിളി കൂട്ടത്തിന് അന്നേ എവിടെ നിന്നൊക്കെയോ ചില വിവരങ്ങൾ ചോർന്നു കിട്ടിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അഡ്വക്കേറ്റ് ദീപ ജോസഫ് അടുത്ത പരാതിക്കാരി ക്യൂവിൽ ഉണ്ട്, ഉടൻ പുറത്തേക്ക് ചാടുമെന്നൊരു വെടി പൊട്ടിച്ചതോടെ പല കോണിലാണ് ചർച്ചകൾ ചൂടുപിടിക്കുന്നത്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ രാഹുലിനെതിരായ പരാതികൾ വെച്ച് കളിക്കാൻ തന്നെ CPM പദ്ധതിയെന്ന് വാദങ്ങൾ. ഇനിയും പരാതികൾ വരാനുണ്ട്, അതിജീവിതകൾ വരാനുണ്ടെന്ന വിവരങ്ങൾ CPM സൈബർ ഗ്രൂപ്പുകൾക്കും മാധ്യമങ്ങൾക്കും എങ്ങനെ കിട്ടി? അതിജീവിതകളെ പിന്തുണയ്ക്കുന്ന ചില മാധ്യമ പ്രവർത്തകർ സത്യം പലതും മറച്ച് എന്തിന് സ്ക്രീൻഷോട്ടുകൾ പങ്കുവയ്ക്കുന്നു? അതിജീവിതമാർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഇതൊക്കെ എങ്ങനെയാണെന്ന് ജനം സംശയത്തോടെ ചോദിക്കുന്നു. രാഹുൽ കേസിൽ അതിജീവിതകളും അവരെ പിന്തുണയ്ക്കുന്നവരും ഉയർത്തുന്ന എല്ലാ വാദങ്ങളും കോടതികളിൽ പൊളിഞ്ഞു വീഴുന്നതാണ് കേരളം കാണുന്നത്. കോടതി തന്നെ ഇവരെയെല്ലാം ഓടിക്കുന്ന കാഴ്ച. ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ചോദ്യങ്ങൾ ഉയർത്തുകയാണ്. ഭരണകൂടത്തിന് നേരെയും പോലീസിന് നേരെയും CPMന് നേരെയുമാണ് ജനം ചോദ്യങ്ങൾ ഉന്നയിക്കുന്നത്. ഒന്നാം പരാതിക്കാരിയുടെ കേസിൽ രാഹുലിന്റെ ജാമ്യ ഹർജി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി പറഞ്ഞ ചില പ്രധാനപ്പെട്ട വാദങ്ങളുണ്ട്. അതുകൂടി നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതെല്ലാം രാഹുലിന് അനുകൂലമായി മാറുന്ന കാഴ്ച. രാഹുലും പരാതിക്കാരിയും തമ്മിലുണ്ടായിരുന്നത് ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്നാണ് പ്രഥമ ദൃഷ്ട്യാ മനസ്സിലാകുന്നതെന്ന് കോടതി പറഞ്ഞു. എന്നാൽ ബന്ധം തകരുമ്പോൾ ബലാത്സംഗ ആരോപണം ഉയർത്തുന്നത് ശരിയല്ലെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് രാഹുലിന് ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ഗർഭഛിദ്രത്തിനുള്ള മരുന്ന് കഴിച്ചത് പരാതിക്കാരിയുടെ സമ്മതത്തോടെ ആയിരുന്നുവെന്നും ആ സമ്മതം ഭീഷണിപ്പെടുത്തിയോ ബലം പ്രയോഗിച്ചോ ഉണ്ടായതാണോ എന്ന കാര്യം കേസിന്റെ വിചാരണാ വേളയിലാണ് തെളിയിക്കേണ്ടതെന്നുമാണ് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഉത്തരവിൽ പറഞ്ഞത്. ഒരു മാസം മുൻപുണ്ടായ സംഭവത്തിൽ മാനസികമായി വളരെയേറെ തകർന്നു എന്ന് പറയുന്ന പരാതിക്കാരി
ഒരു മാസത്തിനുള്ളിൽ സ്വമേധയാ രാഹുലിന്റെ ഫ്ളാറ്റിലെത്തി അവിടെ താമസിച്ചു എന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യമായി തോന്നുന്നുവെന്ന് കോടതി നിരീക്ഷിച്ചു. അവിടെ വെച്ചും ലൈംഗിക അതിക്രമം ഉണ്ടായെന്നും എന്നിട്ടും അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചെന്നോ അല്ലെങ്കിൽ തന്നെ തടഞ്ഞു വെച്ചെന്നോ അവകാശപ്പെടാതെ പരാതിക്കാരി 2 ദിവസം കൂടി ആ ഫ്ളാറ്റിൽ തന്നെ തുടരുകയാണ് ഉണ്ടായതെന്നും കോടതി പറയുന്നു. പ്രഥമ ദൃഷ്ട്യാ ഇത് കാണിക്കുന്നത് ഇരുവർക്കുമിടയിലുള്ളത് ഉഭയകക്ഷി ബന്ധമായിരുന്നു എന്നാണ്. എന്നാൽ അക്കാര്യങ്ങൾ വിചാരണയിലാണ് തെളിയേണ്ടത്. ശാരീരിക ബന്ധത്തിന് സന്നദ്ധതയല്ലായിരുന്നുവെങ്കിൽ വിവാഹിതയും പക്വതയുമുള്ള ഒരു സ്ത്രീ ഹർജിക്കാരനെ സ്വന്തം അപ്പാർട്ട്മെന്റിലേക്ക് ക്ഷണിക്കുകയും അയാളുടെ പാലക്കാടുള്ള ഫ്ളാറ്റിലേക്ക് ഇടയ്ക്കിടെ പോയി അവിടെ താമസിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെന്നും കോടതി പറഞ്ഞിരുന്നു. ഈ സമയത്തൊന്നും പരാതികൾ നൽകിയിട്ടില്ല. മാത്രമല്ല, പ്രതിയും പരാതിക്കാരിയും രണ്ടാം പ്രതിയും തമ്മിലുള്ള വാട്സാപ്പ് ചാറ്റുകളും സൂചന നൽകുന്നത് ഏപ്രിൽ ഒടുവിലും മെയ് ഒടുവിലും ഉണ്ടായത് ഉഭയകക്ഷി പ്രകാരമുള്ള ബന്ധം തന്നെ ആയിരുന്നു എന്നാണ്. ഹൈക്കോടതിയുടെ ഈ നിരീക്ഷണങ്ങൾ കേസിലെ മറ്റ് അതിജീവിതകൾക്കും തിരിച്ചടിയാണ്. കാരണം ഇവരുടെയൊക്കെ പരാതിയിലുള്ളത് ഒരേ ആരോപണങ്ങളാണ്. ലൈംഗിക ബന്ധം നടന്നപ്പോൾ അതിക്രൂരമായി വേട്ടയാടി ബലാത്സംഗം ചെയ്തു, ശരീരമാസകലം കീറിപ്പൊളിച്ചു, പിന്നീട് ഈ പറയുന്ന പോലെ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു. ഇത്തരത്തിലാണ് ഈ പരാതികളെല്ലാം ഒരേ പാറ്റേണിലുള്ളതാണ്. ഇതൊക്കെ കൊണ്ടാണ് കോടതികൾ വലിയ സംശയം ഈ കേസിൽ ഉയർത്തിയതും രാഹുലിന് അനുകൂലമായി ഇതെല്ലാം കോടതി ഉത്തരവുകൾ മാറിയതും. ക്രെഡിബിലിറ്റി ഇല്ലാത്ത ഒരു സാഹചര്യമാണ് ഈ പരാതിക്കാരികളുടെ കാര്യത്തിൽ കോടതികൾക്ക് പോലും മനസ്സിലാകുന്നത്. അതാണ് കോടതി ഇതെല്ലാം പച്ചയ്ക്ക് പറഞ്ഞത്. ഇവിടെ രാഹുലിനെതിരായ ഏറ്റവും വലിയൊരു പരാതിയായിട്ടുണ്ടായിരുന്നത്, അതായത് രാഹുലിന് പണി കിട്ടാൻ പോകുന്ന ഒരു പരാതി ഉണ്ടായിരുന്നത് ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ അത് പരാതിക്കാരി സ്വമേധയാ അത് ചെയ്തതാണ് എന്ന് കോടതിക്ക് പോലും പറയേണ്ടി വരുമ്പോൾ ഇവർക്ക് എല്ലാവർക്കും വലിയ തിരിച്ചടികളാണ് ഈ കേസിൽ വാദം തുടങ്ങുമ്പോൾ ഉണ്ടാകാനിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാകുകയാണ്. അവിടെയാണ് ഇനി ഒരു പരാതി കൂടി വരാനിരിക്കുന്നു എന്നുള്ളത് ചില സൂചനകൾ പുറത്തു വരുന്നത്. അതായത് 1, 2, 3 പരാതികളിൽ ഒന്നിലും രാഹുലിനെ കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് കണ്ടതോടുകൂടി മറ്റൊരു പരാതിയുമായിട്ട് ഭരണകൂടം രംഗത്തിറങ്ങിയിരിക്കുന്നു. അതോ CPM രംഗത്തേക്ക് വരികയാണോ, അതോ രാഹുലിനെ തീർക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടർ അടുത്ത പണി തുടങ്ങിയോ എന്നുള്ള ചില സംശയങ്ങളാണ് ഇപ്പോൾ ജനങ്ങളും ഉയർത്തുന്നത്. 1-ാം പരാതിക്കാരി മാത്രമാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. 2-ാം പരാതിക്കാരി ബംഗളൂരുവിലാണ്. 3-ാം പരാതിക്കാരി കാനഡയിൽ. ഇനി വരാനിരിക്കുന്നതോ അത് ദുബായിൽ. വിദേശി മലയാളി പെണ്ണുങ്ങളോടാണോ രാഹുലിന് താല്പര്യം? വിദേശത്തുള്ള മലയാളി പെണ്ണുങ്ങൾക്ക് കേരളത്തിൽ കിടക്കുന്ന രാഹുൽ മതിയോ? ഇവർക്കൊക്കെ ഇത്രയ്ക്കും ലൈംഗിക ദാരിദ്ര്യമാണോ എന്ന് പച്ചയ്ക്ക് സൈബർ ഇടത്തിൽ പോസ്റ്റുകളും കമന്റുകളുമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കേസും കൊണ്ട് വരുന്നവരൊക്കെ ചോദ്യമുനയിലാകുന്നു. രാഹുൽ വിഷയത്തിൽ ഏതെങ്കിലും ഒരു കേസ് ജെനുവിൻ ആയിരുന്നുവെങ്കിൽ കേരളം ഒപ്പം നിന്നേനെ എന്ന് ജനം പ്രതികരിച്ചു തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഉഭയസമ്മതത്തോടെ ലൈംഗിക ബന്ധം, പിന്നെ ഒരുത്തനെ മാത്രം മോശക്കാരനാക്കി അവനെ പാതാള കുഴിയിലേക്ക് അങ്ങ് പുതയ്ക്കാനുള്ള നീക്കം, അതിന് ഭരണകൂടത്തിന്റെ ഒത്താശ. ഈ നെറികേട് 8ആയി മടക്കി അങ്ങ് പോക്കറ്റിൽ ഇട്ടോളാനാണ് ജനം പ്രതികരിച്ചു തുടങ്ങിയത്. ജനം ഇങ്ങനെ പ്രതികരിച്ചു തുടങ്ങിയിടത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ തല ഉയർത്തി. പുതിയ പരാതി വരാൻ പോകുന്നു എന്ന അഭ്യൂഹം പുറത്തു വന്നിട്ടും കൂസലില്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുകയാണ്.